ടോപ്പ് ഫ്ലൈ ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായി ഗൗതം ഗംഭീർ ശ്രീലങ്കൻ പര്യടനത്തോടെ തുടക്കം കുറിക്കും. അതിനു മുമ്പ് കോച്ചായ ഗൗതം ഗംഭീറിൻ്റെ കൂടെയുള്ള കോച്ചിംഗ് സ്റ്റാഫുകളുടെ ലിസ്റ്റും BCCIക്ക് തീർക്കേണ്ടതുണ്ട്. മുൻ ഇന്ത്യൻ കോച്ച് രാഹുൽ ദ്രാവിഡ് ഒഴിഞ്ഞതോടെ ബാറ്റിംഗ് കോച്ച് വിക്രം റാത്തോറും ബോളിംഗ് കോച്ച് പരസ് മാംബ്രയും ഫീൽഡിംഗ് കോച്ച് T ദിലീപും എന്നിവരും കരാർ അവസാനിപ്പിച്ചിരുന്നു. ഗൗതം ഗംഭീർ BCCIക്ക് മുന്നിൽ വെച്ച ഒരു ഡിമാൻഡ് ഇതാണ്: കോച്ചിംഗ് സ്റ്റാഫിനെ തനിക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരം വേണമെന്നായിരുന്നു. എന്നാൽ ഇതുവരെ വലിയ തിരഞ്ഞെടുപ്പുകളൊന്നും തന്നെ നടന്നതായി വാർത്തയില്ല. ഗൗതം ഗംഭീർ BCCIക്ക് മുന്നിൽ വെച്ച 5 പേരുകൾ ഇവരാണ്. ബോളിംഗ് കോച്ചായി മോർനെ മോർക്കലിനെയാണ് ഗൗതം ഗംഭീർ നിർദ്ദേശിച്ചത്. കൂടാതെ ലക്ഷ്മിപതി ബാലാജിയും വിനയ് കുമാറിന്റെ പേരുകളും BCCIക്ക് മുന്നിൽ വെച്ചിരുന്നു. ആദ്യ റൗണ്ട് ചർച്ചകൾക്ക് ശേഷം BCCI ഇവരെ തള്ളുകയായിരുന്നു. ഫീൽഡിംഗ് കോച്ചിന്റെ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് സൗത്ത് ആഫ്രിക്കയുടെ മലയാളി ബാറ്ററും ഫീൽഡിംഗിലെ ഇതിഹാസ താരവുമായ ജോൺ ഡി റോഡ്സിനെയാണ്. കൂടാതെ നെതർലാൻഡ് മുൻ താരം റയാൻ ടെൻ ഡുഷാറ്റയുടെ പേരുകളും ഗംഭീർ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് BCCIയുടെ നിർദ്ദേശം. ഗൗതം ഗംഭീറിന്റെ സഹപരിശീലക സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് അഭിഷേക് നായരെയാണ്. നിലവിൽ IPL ടീമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ സഹപരിശീലകനാണ് അഭിഷേക് നായർ. ഇതിൽ മാത്രമാണ് BCCIക്ക് എതിർപ്പില്ലാത്തത്. സാധാരണയായി മുഖ്യ കോച്ചായി വരുന്ന ആൾ തന്നെയാണ് കോച്ചിങ് സ്റ്റാഫുകളെ തിരഞ്ഞെടുക്കുന്നത്. ഇത്രയും നാൾ അങ്ങനെ തന്നെയായിരുന്നു. രാഹുൽ ദ്രാവിഡിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഗൗതം ഗംഭീറിന്റെ കാര്യത്തിൽ മാത്രമാണ് BCCI കൈ കടത്തുന്ന നിലപാട് എടുത്തിരിക്കുന്നത്. വരും ദിനങ്ങളിൽ ഇന്ത്യൻ കോച്ച് സ്റ്റാഫിന്റെ വിവരങ്ങൾ അറിയാൻ സാധിക്കും. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.